സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനിടയിൽ മോദി സർക്കാരിനെ വിമർശിച്ച് ബാബ രാംദേവ്. നമുക്ക് ആ വീഡിയോ കാണാം. അതുപോലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രോഗ്രാം മുസ്ലിം കമ്മ്യൂണിറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ആ വീഡിയോസ് കാണാം. ആദ്യം തന്നെ രാംദേവിന്റെ സ്പീച്ച് കേൾക്കാം. चारों तरफ देश में हंगामा है। छोटे छोटे स्कूल कॉलेजों से बच्चे निकल रहे हैं कि हमारे यहाँ टीचर नहीं है, हमारे यहाँ लाइट नहीं है, हमारे यहाँ पानी नहीं है, हमारे यहाँ शौचालय नहीं है, हमारे यहाँ टीचर हैं तो किताबें नहीं है, किताबें हैं तो टीचर नहीं है, और टीचर हैं तो पढ़ाई में नकल हो जाती है, कहीं पेपर लीक हो जाता है, और पेपर पास भी कर लिया, 10वीं 12वीं का बोर्ड एग्जाम भी दे लिया, तो 10वीं 12वीं के जो एग्जाम के मार्क्स हैं वो कहीं जुड़ते ही नहीं है। कॉम्पिटिटिव एग्जाम्स के आधार पर ही आगे यूनिवर्सिटी में सिलेक्शन होता है, और उसके बाद में फिर जो है जब कहीं नौकरी की बारी आए, खास करके गवर्नमेंट जॉब्स में इंटरव्यू के दौरान 90 से 99% घोटाला होता है। अपने विचार, अपने संस्कार, अपने संगठन, अपने ही जाति वर्ग समुदाय के लोगों को ठोक लेते हैं और बाकी को बाहर धक्का मार देते हैं। ये बहुत ही अपमानजनक है, ये लोकतंत्र के खिलाफ है, ये न्याय के भी खिलाफ है। एक तरफ हम कह रहे हैं सत्यमेव जयते, ये तो धर्मस्ततो जय, हमने शासकीय उद्घोष बना दिए, और वहां जब किसी को इंटरव्यू की बारी आती है तो 10 में से पहले से ही तय करके और पैसे लेके 25-50 लाख 1-1 करोड़ रुपए की रिश्वत लेकर के फिर भर्ती करते हैं। अब ऐसे ही आंदोलन करना पड़ा तो देश कैसे चलेगा? इसलिए भाई सुधर जाओ, नहीं तो देश में आंदोलन और ज्यादा भी हो सकते हैं। आंदोलन के नाम पर मैं अराजकता अनार्की का समर्थक नहीं हूं, लेकिन भाई ये बात तो जरूर है, देश में घपला भी बहुत है। ये घपले ठीक कर लो, नहीं तो कोई ऐसा ना हो कि बाबा रामदेव को दोबारा आंदोलन करना पड़े। पश्चिम बंगाल सरकार के 100 दिन पूरे हो गए गुरुजी। पश्चिम बंगाल सरकार के 100 दिन। थैंक यू। अब पूजा आचार्य जी बात करना, बोल दो। കേട്ടില്ലേ? ഇനി മുതൽ ബാബ രാംദേവ് ആന്റി നാഷണൽ ആകും, രാജ്യദ്രോഹിയാകും. ബാബ രാംദേവ് പറഞ്ഞത് നമുക്കൊന്ന് ചുരുക്കി നോക്കാം. അതായത് ആദ്യം തന്നെ പറഞ്ഞത് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ചും സ്കൂളിൽ ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് സ്കൂളുകളിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും ടീച്ചേഴ്സ്, അതുപോലെ ഇലക്ട്രിസിറ്റി, വെള്ളം, സാനിറ്റേഷൻസ്, ഇതൊന്നും. അതുപോലെ ചില സ്കൂളുകളിൽ ടീച്ചേഴ്സ് ഉണ്ട് പക്ഷെ ബുക്സ് ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ നേരെ തിരിച്ചുമുണ്ട്, ബുക്കുണ്ട്, ടീച്ചേഴ്സ് ഇല്ല. അതുപോലെ പിന്നീട് പറഞ്ഞിട്ടുള്ളത് റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലാണ്. അതായത് എക്സാംസിന്റെ പേപ്പർ ലീക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എക്സാമിന്റെ സമയത്ത് നടക്കുന്ന ചീറ്റിങ്സിനെ കുറിച്ചും, അതുപോലെ ഡിസ്ക്രിപ്പൻസീസ്, അതായത് സ്കൂൾ ബോർഡ് എക്സാം സ്കോഴ്സ് ഒന്നും കൃത്യമായ രീതിയിൽ നോക്കുന്നില്ല, അതൊക്കെ ഒരു മൂലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പിന്നീട് പറഞ്ഞത് കറപ്ഷൻ ഇൻ ഗവൺമെന്റിലുള്ള കറപ്ഷൻസ് ആണ്. അതായത് ഗവൺമെന്റ് സെക്ടറിലേക്ക് ജോബ് ഇന്റർവ്യൂസിന്റെ സമയത്തുള്ള കറപ്ഷൻസ്, അതുപോലെ ലാർജ് പെർസെന്റേജ് ഓഫ് റിക്രൂട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ബയാസ് ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൈക്കൂലി വാങ്ങിച്ചിട്ട് നടത്തുന്നുണ്ട്, നെപ്പോട്ടിസം നടക്കുന്നുണ്ട്. അതുപോലെ ഈ മെറിറ്റ് വാല്യൂ ഇതൊക്കെ സൈഡിലാക്കിയിട്ട് ഈ കറപ്ഷനിലൂടെയാണ് കൂടുതൽ ജോബ്സും ഇവിടെ ഗവൺമെന്റ് ജോബ്സും മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബാബ രാംദേവ് പറഞ്ഞിട്ടുള്ളത്. ബാബ രാംദേവ് അവസാനം പറഞ്ഞിട്ടുള്ളത് ഒരു താക്കീതാണ്. സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളും ഇറഗുലാരിറ്റീസും ഒക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുക, ഇല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പബ്ലിക് അൺട്രസ്റ്റ് ഇവിടെ ഉണ്ടാകും, ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടാകും എന്നാണ് ബാബ രാംദേവ് ഇവിടെ പറയുന്നത്. ബാബ രാംദേവിന്റെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ ബാബ രാംദേവ് ഒരുപാട് പൊളിറ്റിക്കൽ ക്യാമ്പയിൻസും അതുപോലെ മൂവ്മെന്റ്സും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇനി ഒഫീഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ആള് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും മെമ്പർ അല്ല ഒഫീഷ്യലി, പക്ഷേ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്തൊക്കെ കൂടുതലും BJPയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് മാത്രമല്ല BJPയിലെ പല മെമ്പേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം വരാറുണ്ട്. പ്രത്യേകിച്ചും പബ്ലിക് ഫിഗർ ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയൊക്കെ ഒരുപാട് തവണ പൊക്കി പറയുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആള് BJP ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യലി അല്ല, പക്ഷേ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഉൾട്ടി അടിച്ചിട്ടുണ്ട് ആള്. ഓക്കെ, ഇനി നമുക്ക് ഒരു വീഡിയോ കാണാം. അതായത് താജ്മഹലിലുള്ള ഒരു സീനാണ്, ഇന്നലെ നടന്നതാണ്. സംഭവം എന്ന് പറയുന്നത് കുറച്ച് ലീഡേഴ്സ്, അതായത് ഹിന്ദു നാഷണലിസ്റ്റ് ഓർഗനൈസേഷന്റെ കുറച്ച് ലീഡേഴ്സ് എന്ത് ചെയ്തു, താജ്മഹലിലേക്ക് പോയി. എന്തിന്? നമ്മുടെ നാഷണൽ ഫ്ലാഗ് അവിടെ ഉയർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ CISF ഓഫീസേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇവരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ള കൊടിയുണ്ടല്ലോ അത് പൊന്തിക്കും. പലയിടത്തും BJPയുടെ
കൊടിയാണ് പൊക്കിയിട്ടുള്ളത്. ചിലയിടത്ത് ആദ്യം BJP എഴുതും, പിന്നീട് നാഷണൽ ഫ്ലാഗ് ആണ് ഉയർത്തിയിട്ടുള്ളത്. ചിലയിടത്ത് ഉയർത്തിയതോ, ചിലയിടത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഇവർ ഉയർത്തിയ പല നാഷണൽ ഫ്ലാഗ്സും നേരെ ഉൾട്ടയായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളത് ആദ്യം പ്രോപ്പറായി ഒന്ന് ഉയർത്തു, അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് ഉയർത്താം. ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ആ വീഡിയോ കാണാം. ഇത് ഈ ഒരു പ്രോഗ്രാമിന്റെ ചെറിയൊരു പോർഷൻ ആണ്. ഇതൊരു ഡ്രാമ അല്ലെങ്കിൽ സ്കിറ്റ് പോലത്തെ ഒരു പരിപാടിയാണ്. ഞാൻ ഇതിന്റെ വീഡിയോ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിൽ നിന്ന് മനസ്സിലായില്ല. അതായത് അതിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുള്ളത് പാകിസ്ഥാനിൽ നിന്നാണ്, അല്ലാതെ ബ്രിട്ടീഷുകാരത്തു നിന്നല്ല എന്ന രീതിയിലാണ് ഇത് പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് പകുതിയിൽ കൂടുതലും സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ആ ഒരു അറ്റയർ, അതായത് ആ ക്ലോത്ത് വെച്ചിട്ടുള്ള ഈ കുട്ടികളുടെ മനസ്സിലേക്ക് പോവുക, ആ ക്ലോത്തിൽ വെച്ചിട്ടുള്ള എല്ലാവരും തീവ്രവാദികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾ ചിന്തിക്കുക, ഇവിടെയുള്ള ഈ വേഷത്തിൽ കാണുന്നത് മുസ്ലിങ്ങളാണ്, അപ്പോൾ അവരൊക്കെ തീവ്രവാദികളാണ് എന്ന ഒരു സാധനമാണ് ഈ കുട്ടികളിലേക്ക് പോവുക. അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശവും. അല്ലാതെ സ്വാതന്ത്ര്യദിന പരിപാടിന്റെ ഇടയിൽ ഇതേപോലൊരു സ്കിറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രാമ അവിടെ വെക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്ക് നിന്നാണ്, അല്ലാതെ പാകിസ്ഥാന്റെ അടുത്ത് നിന്നല്ല. പക്ഷെ ഇത് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് ആണ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് വെൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അതായത് മുസ്ലിംസിനെ അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡേക്ക് നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു വീഡിയോ കാണാം. अच्छा, ऐसे बहुत सारे लोग हैं जो कह रहे हैं कि अभी तक हमारे देश को आजादी नहीं मिली है, बहुत सारी चीजों से आजादी चाहिए। सही बात है। स्टेटस स्टोरी लगा 25 करोड़ कीटाणु हमारे भारत में हैं आज भी। जब तक वो 25 करोड़ कीटाणु वापस नहीं चले जाते, उनको वापस नहीं भेज देते ना, तब तक सही मामले में आजादी नहीं मिलेगी। किसकी बात कर रहे हैं आप? 25 करोड़ जो कहा जाए कीटाणु की बात, जिसकी बात डॉक्टर बाबा साहब अम्बेडकर ने करी थी, मैं तो उसी की बात कर रहा हूँ, जो डॉक्टर बाबा साहब अम्बेडकर ने बोला था कि जब तक भारत का प्रत्येक मुसलमान पाकिस्तान नहीं चला जाता और जब तक पाकिस्तान का प्रत्येक हिंदू भारत में नहीं आता, तब तक इसको आजादी हम नहीं मानेंगे। उसी की बात कर रहा हूँ. കേട്ടില്ലേ? നമ്മുടെ രാജ്യത്ത് കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതും ഇവൻ പറഞ്ഞതും എല്ലാം കൂടി ഒരു സ്ഥലത്തേക്കാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോവുക. ഇവൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ട്രൂ ഫ്രീഡം, യഥാർത്ഥ ഫ്രീഡം, സ്വാതന്ത്ര്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാ പോപ്പുലേഷനും എന്ത് ചെയ്യണം? മൈഗ്രേറ്റ് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ആ പാർട്ടീഷൻ സമയത്ത് മുഴുവനായിട്ടും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് BR അംബേദ്കർ പറഞ്ഞു എന്നാണ് ഇവൻ പറയുന്നത്. അതായത് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുഴുവൻ മുസ്ലിംസും ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകണം എന്നാണ് അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ BR അംബേദ്കർ ഇങ്ങനെ ഒരു ക്ലെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഒപ്പീനിയൻ പോലെ പറഞ്ഞതാണ്. കാരണം അദ്ദേഹം ഇത് പറയാനുള്ള പ്രത്യേകിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഒഴിവാവാൻ വേണ്ടി ഇത് ചെയ്തു കഴിഞ്ഞാൽ കമ്മ്യൂണൽ ടെൻഷൻസ് ഉണ്ടാവില്ല എന്ന രീതിയിൽ പറഞ്ഞു തീർത്ത ഒരു സംഭവമാണ്. പക്ഷെ അവൻക്ക് ആവശ്യമുള്ള കാര്യം മാത്രമേ എടുത്തു. അത് മാത്രമല്ല, അവൻ പറഞ്ഞിട്ടുള്ളത് ഫ്രീഡം വേണമെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ സമയത്ത് പാർട്ടീഷന്റെ സമയത്ത് എന്ത് ചെയ്യണം, മുഴുവനായിട്ട് പോകണമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ അവൻക്ക് ഫുൾ ഫ്രീഡം ഇല്ല, അവൻക്ക് പാർഷ്യൽ ഫ്രീഡം മാത്രമേ അവൻക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ അംബേദ്കർ ഉദ്ദേശിച്ചിട്ടുള്ളത് സംഭവം അതല്ല. അംബേദ്കർ മാൻഡേറ്ററി അല്ല പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് ഒരു ഒപ്പീനിയൻ പോലെയാണ്. അങ്ങനെ നടന്നായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ കമ്മ്യൂണൽ ടെൻഷൻസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇവൻ അത് വളച്ചൊടിച്ചു. ഓക്കെ, ഇനി കേരളത്തിൽ നിന്നുള്ള ഒരു ന്യൂസ് ആണ്. അതായത് കേരളത്തിൽ നടൻ ദേവൻ BJP വിട്ടു. അവർ പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം BJPയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാണ് നടൻ ദേവൻ BJP വിട്ടിട്ടുള്ളത്. ആള് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ആ സ്ഥാനവും രാജിവെച്ചു, BJPയും വിട്ടു. അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഓരോ ആൾക്കാരായി BJP മെല്ലെ മെല്ലെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞിട്ടുള്ള കാരണം അതാണ്, എനിക്ക് പറ്റിയ സ്ഥലമല്ല ഇത് എന്ന് പറഞ്ഞാണ് ദേവൻ രാജിവെച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ
ദർശനം BJP-യിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാണ് ദേവൻ BJP വിട്ടിട്ടുള്ളത്. എന്താ ചെയ്യാലേ, ഒരുപാട് പേർ BJP വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ബാബ രാംദേവ് BJP-ക്കെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത്. ആളിനി ആന്റി നാഷണൽ ഒക്കെ ആയിട്ടാണ് അറിയപ്പെടാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.